നമ്മുടെ നാവിനെ ഒട്ടും ചലിപ്പിക്കാതെ ഒരു പാറ പോലെ പൂർണ്ണമായും മരവിപ്പിച്ചു നിർത്തിക്കൊണ്ട് ഉള്ളിലെന്തെങ്കിലും ഒന്ന് ചിന്തിക്കാൻ നിങ്ങൾക്കൊന്ന് ശ്രമിക്കാമോ? ഒരൊറ്റ ചിന്തയോ ഒരു അക്ഷരമോ പോലും ഉള്ളിൽ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം മനസ്സ് എത്രത്തോളം ബുദ്ധിപരവും യുക്തിബദ്ധവുമായി തീരുന്നുവോ അത്രത്തോളം അതിന് സ്നേഹത്തിലാകാൻ കഴിയില്ല. സ്നേഹവും രതിയും ഒട്ടും തന്നെ ഗണിതശാസ്ത്രവുമല്ല. വിജ്ഞാൻ ഭൈരവതന്ത്രത്തിലെ 43-ാമത്തെ വിധിയിൽ ശിവൻ പറയുന്നു, വാ ഒരൽപ്പം തുറന്നു വച്ചുകൊണ്ട് മനസ്സിനെ നാക്കിൻ്റെ മധ്യത്തിൽ ഉറപ്പിക്കുക. ശരിക്കും ആലോചിച്ചാൽ ചിന്ത എന്നാൽ ഉള്ളിൽ നടക്കുന്ന സംസാരമാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ നാവ് അതിസൂക്ഷ്മമായി ചലിക്കുന്നുണ്ട്. ആ ചലനത്തിൻ്റെ കേന്ദ്രം നാവിൻ്റെ ഒത്ത മധ്യത്തിലാണ് ഇരിക്കുന്നത്. ജപ്പാനിലെ സാമുറായി യോദ്ധാക്കൾ ഉപയോഗിക്കുന്ന ഹര കേന്ദ്രത്തിൻ്റെ രഹസ്യവും രാമാനുജൻ എന്ന ഗണിതശാസ്ത്ര പ്രതിഭയുടെ ആന്തരിക ഉറവയും നാവിനെ നിശ്ചലമാക്കി ചിന്തകളെ പാടെ ഇല്ലാതാക്കുന്ന ആ അത്ഭുത വിദ്യയും ഇതിലൂടെ നമ്മൾ തൊട്ടറിയുകയാണ്. ഏറ്റവും പ്രിയമുള്ളവരെ, ഹൃദയം നിറഞ്ഞ നമസ്കാരം. വിജ്ഞാൻ ഭൈരവതന്ത്രയിലെ 43-ാമത്തെ വിദ്യയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭഗവാൻ പ്രിയതമ്മയ്ക്ക് നൽകിയ 112 ധ്യാനമാർഗങ്ങളിൽ ശബ്ദവും നാദവും ഉപയോഗിച്ചുകൊണ്ടുള്ള 7-ാമത്തെ വിദ്യയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മെ വല്ലാതെ അലട്ടുന്ന ചിന്തകളെ ഒരൊറ്റ നിമിഷം കൊണ്ട് എങ്ങനെ നിശ്ചലമാക്കാമെന്ന് ശിവഭഗവാൻ ഇതിലൂടെ നമുക്ക് കാണിച്ചു തരും. ഭഗവാൻ പറയുകയാണ്, വായ ഒരൽപ്പം തുറന്നു വെച്ചുകൊണ്ട് മനസ്സിനെ നാക്കിൻ്റെ മധ്യത്തിൽ ഉറപ്പിക്കുക. അല്ലെങ്കിൽ ശ്വാസം നിശബ്ദമായി അകത്തേക്ക് വരുന്ന സമയത്ത് ഹ് എന്ന ശബ്ദത്തെ അനുഭവിക്കുകയെന്ന്. ഈ വിദ്യയുടെ പ്രായോഗിക പരിശീലനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട അതീവ രസകരമായ ഒരു മനഃശാസ്ത്രമുണ്ട്. വാസ്തവത്തിൽ മനസ്സെന്ന് പറയുന്നത് ഒരിടത്തുമില്ല, അല്ലേ? നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ മസ്തിഷ്കം ശിരസിലാണ് ഇരിക്കുന്നത്. പക്ഷേ മനസ്സ് അവിടെയല്ല. മനസ്സെന്നാൽ നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ കേന്ദ്രീകരണം മാത്രമാണ്. നമ്മൾ പാരമ്പര്യമായി ഈ ശ്രദ്ധയെ ശിരസിൽ കേന്ദ്രീകരിച്ചതുകൊണ്ടാണ് മനസ്സ് തലയിലാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ജപ്പാൻ, ചൈന, കൊറിയ തുടങ്ങിയ കിഴക്കൻ രാജ്യങ്ങളിൽ പരമ്പരാഗതമായി പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിരിക്കുന്നത് ശിരസിലല്ല, അതവൻ്റെ അടിവയറ്റിലാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകളും സ്വഭാവവും നമ്മളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ജപ്പാനിലെ പ്രശസ്തരായ സാമുറായി യോദ്ധാക്കൾ തങ്ങളുടെ മനസ്സിനെ നാഭിയുടെ 2 ഇഞ്ച് താഴെയുള്ള ഹര എന്ന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുവാൻ വർഷങ്ങളോളം പരിശീലിക്കുന്നവരാണ്. യുദ്ധകളത്തിൽ പെട്ടെന്ന് ശത്രു ആക്രമിക്കുമ്പോൾ തലച്ചോറിലിരുന്ന് ചിന്തിക്കാൻ സമയമില്ല. ചിന്തിക്കാൻ തുടങ്ങിയാൽ അവിടെ പരാജയം സംഭവിക്കും. എന്നാൽ മനസ്സ് ഹര എന്ന കേന്ദ്രത്തിലാണെങ്കിൽ അവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ പ്രവർത്തനം തികച്ചും സഹജാബോധത്തോടെയായിരിക്കും. ശത്രു ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ആ ചിന്ത യോദ്ധാവിൻ്റെ ഹരയിൽ അറിയാൻ കഴിയും. ലോകപ്രശസ്തനായ ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ രാമാനുജനോട് എങ്ങനെയാണ് താങ്കൾ കണക്കുകൂട്ടലുകൾ ഇല്ലാതെ ചോദ്യം കേട്ട ഉടനെ ഉത്തരം പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കറിയില്ല, ഉത്തരം തലയിൽ നിന്നല്ല താഴെ എവിടെയോ നിന്നാണ് വരുന്നതെന്നാണ്. അത് സത്യത്തിൽ ഹരയിൽ നിന്നായിരുന്നു. ഇതുപോലെ മനസ്സിനെ ശരീരത്തിലെ ഏത് ചക്രത്തിലേക്കും മാറ്റുവാൻ നമുക്ക് കഴിയും. ഓരോ ചക്രത്തിലും കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യൻ വ്യത്യസ്തനായി മാറും. ഇന്ന് നമ്മൾ മനസ്സിനെ നാവിൻ്റെ മധ്യത്തിലേക്ക് കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് അത്ഭുതം സൃഷ്ടിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കണ്ടത് മനസ്സിൻ്റെ കേന്ദ്രീകരണത്തെക്കുറിച്ചും അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ്.
ഈ 43-ാമത്തെ വിദ്യയിൽ ഭഗവാൻ നമ്മുടെ മനസ്സിനെ നാവിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറയുന്നത് കൃത്യമായ ഒരു മനഃശാസ്ത്ര കാരണമുണ്ട്. നമ്മളത് ആഴത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സത്യത്തിൽ എന്താണ് ഈ ചിന്ത എന്ന് പറയുന്നത്? ചിന്ത എന്നാൽ മറ്റൊന്നുമല്ല, അത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സംസാരമാണ്. നമ്മളൊരു മുറിക്കുള്ളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പുറമേക്ക് ആരോടും സംസാരിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ നമ്മൾ നമ്മളോട് തന്നെ നിരന്തരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഉള്ളിലെ സംസാരത്തിന് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നാവിനെ ശക്തമായി ഉപയോഗിക്കുന്നുണ്ട്. ഇനി മുതൽ നിങ്ങൾ എന്തെങ്കിലും ആഴത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതീവ ജാഗ്രതയോടെ നിങ്ങളുടെ നാവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. നമ്മൾ പുറത്തേക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ നാവ് ചലിക്കുന്നത് പോലെ ഉള്ളിൽ ചിന്തിക്കുമ്പോഴും നാവ് അതിസൂക്ഷ്മമായി ചലിക്കുന്നുണ്ടാകും. ഈ ചലനങ്ങൾ മുഴുവൻ ഉത്ഭവിക്കുന്നത് നാവിൻ്റെ കൃത്യം മധ്യഭാഗത്ത് നിന്നാണ്. അവിടെ നിന്നും അത് നാവിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ഓഷോ മനുഷ്യൻ്റെ ലൈംഗികതയെയും പ്രണയത്തെയും കുറിച്ച് അതീവ വിപ്ലവകരമായ ഒരു കാര്യം വ്യക്തമാക്കുന്നത്. നമ്മൾ പ്രണയത്തിലായിരിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ ഹൃദയത്തിൻ്റെ അടുത്തേക്ക് മാറണം. നമ്മൾ സെക്സിലായിരിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ ജനനേന്ദ്രിയ പ്രദേശത്തേക്ക് മാറണം. നമ്മൾ തലയിലിരുന്ന് കണക്കൂട്ടലുകൾ നടത്തുകയാണെങ്കിൽ നമ്മുടെ മസ്തിഷ്കം അവിടെ സജീവമാണെങ്കിൽ നമ്മുടെ രതിക്രിയ വലിയൊരു പരാജയമായിരിക്കും. കാരണം മസ്തിഷ്കം അവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഖജുരാഹോ ക്ഷേത്രത്തിലെ ശില്പങ്ങളെ കണ്ടിട്ടുണ്ടോ? ആ ശില്പങ്ങളിലെ സ്ത്രീ പുരുഷന്മാരുടെ മുഖങ്ങളിലേക്ക് ഇനിയൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അവർ സുരതക്രിയയിലാണുള്ളത്. എന്നാൽ അവരുടെ മുഖങ്ങൾ ഒരു ബുദ്ധൻ്റെ മുഖത്തെ പോലെ അതീവ ശാന്തവും ആനന്ദ നിർവൃതിയിലുമാണ് കാണപ്പെടുന്നത്. കാരണം അവർ ശിരസിൽ നിന്നും താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞവരാണ്. അവരുടെ ശ്രദ്ധാകേന്ദ്രം മാറി മസ്തിഷ്കം വിശ്രാന്തിയിലായി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ അഹന്തയില്ല, ചിന്തകളില്ല, മനം നിർമ്മലമായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ മനുഷ്യർ രതിയിൽ ഏർപ്പെടുമ്പോഴും തലച്ചോറിലിരുന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കതിൻ്റെ പരമമായ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നുമില്ല. മനസ്സ് എത്രത്തോളം ബുദ്ധിപരവും യുക്തിബദ്ധവുമായി തീരുന്നുവോ അത്രത്തോളം അതിന് സ്നേഹത്തിലാകാൻ കഴിയില്ല. കാരണം സ്നേഹവും സെക്സും ഗണിത ശാസ്ത്രമല്ല. ഒരിക്കൽ നിങ്ങൾക്ക് മനസ്സിൻ്റെ ശ്രദ്ധയെ ശിരസിൽ നിന്നും മാറ്റാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖവും ശരീരവും പൂർണ്ണമായും വിശ്രമത്തിലാകും. അപ്പോൾ നമ്മുടെ എല്ലാ പിരിമുറുക്കങ്ങളും അഹന്തയും ഇല്ലാതായിത്തീരും. ഇതിനായി നിങ്ങൾ ഒരു വിപ്ലവകരമായ പരീക്ഷണം സ്വന്തമായി നടത്തി നോക്കണം. നിങ്ങളുടെ നാവിനെ ഒട്ടും ചലിപ്പിക്കാതെ ഒരു പാറ പോലെ പൂർണ്ണമായും മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് നമുക്കുള്ളിൽ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചു നോക്കുക. ഒരൊറ്റ ചിന്തയോ ഒരക്ഷരമോ പോലും ഉള്ളിൽ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയില്ല. നാവ് പൂർണ്ണമായും നിശ്ചലമായാൽ ഉള്ളിലെ സംസാരം നിലയ്ക്കുകയും ചിന്തകൾ പാടെ തകരുകയും ചെയ്യും. അതുകൊണ്ടാണ് മൗനവ്രതം നോക്കുന്നവർ പുറമേയുള്ള സംസാരം നിർത്തുമ്പോൾ ഉള്ളിലെ സംസാരത്തെക്കുറിച്ചും നാവിൻ്റെ ഈ സൂക്ഷ്മ ചലനത്തെക്കുറിച്ചും അതീവ ശക്തമായി തിരിച്ചറിയുന്നത്. അപ്പോൾ ചിന്തയെ നിശ്ചലമാക്കുവാനുള്ള പരമമായ താക്കോലിരിക്കുന്നത് നാവിൻ്റെ മധ്യത്തിലാണ് കേട്ടോ. അതുകൊണ്ട് ശിവഭഗവാൻ തൻ്റെ മുഴുവൻ ബോധത്തെയും നാവിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മോട് പറയുന്നത്. നാവിനെ ഒരു ആയുധമാക്കി മാറ്റി ചിന്തകളെ എങ്ങനെ നിശ്ചലമാക്കാം എന്നതിൻ്റെ ആ ലളിതമായ ഒന്നാമത്തെ പ്രായോഗിക പരിശീലനക്രമം നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ചിന്തയെന്ന ആന്തരിക സംസാരത്തെക്കുറിച്ചും അതിൽ നമ്മുടെ നാവ് എങ്ങനെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുമാണ്. ഇനി നമുക്ക് ഈ വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രായോഗിക പരിശീലനക്രമം യാതൊരുവിധ സങ്കീർണതകളുമില്ലാതെ അതീവ ലളിതമായി ഘട്ടം ഘട്ടമായി മനസ്സിലാക്കാം.
ഈ ധ്യാനം നമ്മുടെ വീടുകളിലിരുന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഘട്ടമായി മറ്റാരും ശല്യം ചെയ്യാത്ത ശാന്തമായ ഒരു മുറിയിൽ അതീവ സുഖകരമായ രീതിയിൽ നിവർന്നിരിക്കണം. നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ അടയ്ക്കാം. അതിനുശേഷം നിങ്ങളുടെ വായ ഒരല്പം തുറന്നു വയ്ക്കണം. അതായത് നമ്മളിപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അതുപോലെ ആ സംസാരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ആ ഒരു ഭാവത്തിൽ വായ അല്പം പിളർത്തി വയ്ക്കണം. ഏകദേശം ഒരു ഇത്ര ഗ്യാപ്പിൽ. രണ്ടാമത്തെ ഘട്ടമായി ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ശിരസിലാണ് ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അവിടെ നിന്നും നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും പതുക്കെ താഴേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ മുഴുവൻ അവബോധത്തെയും പ്രാണനെയും നാവിലേക്ക്, നാക്കിൻ്റെ ഒത്ത മധ്യത്തിലേക്ക് കൃത്യമായി കൊണ്ടുവന്ന് ഉറപ്പിക്കണം. മൂന്നാമത്തെ ഘട്ടമായി നിങ്ങളുടെ നാവ് അവിടെയുള്ളതായി ഉള്ളിൽ ഗാഢമായി അനുഭവിക്കണം. നിങ്ങളുടെ മുഴുവൻ ജീവനും ബോധവും നാവിൻ്റെ മധ്യത്തിൽ മാത്രമാണുള്ളതെന്ന ഭാവത്തിൽ അതിലേക്ക് മാത്രം ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. അവസാന ഘട്ടമായി നാവിൻ്റെ മധ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായി ഉറയ്ക്കുമ്പോൾ നിങ്ങളുടെ നാവ് ചലിക്കുന്നത് പാടെ നിലയ്ക്കും. നാവ് ചലിക്കാതാകുന്നതോടെ ഉള്ളിൽ സംസാരം തനിയെ നിൽക്കുകയും നിങ്ങളുടെ ചിന്തകൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പാടെ അപ്രത്യക്ഷമാകുകയും ചെയ്യും. അപ്പോൾ ഉള്ളിൽ ഒരു വലിയ ഖരത്വം അനുഭവപ്പെടും. നിങ്ങളുള്ളിൽ ഒരു വലിയ പാറ പോലെ അല്ലെങ്കിൽ ഒരു ഖരവസ്തുവായി മാറി പൂർണ്ണമായും അനക്കമറ്റവനായി തീരും. ഉള്ളിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് എപ്പോഴും ചിന്തകളാണ്. ചിന്തകളില്ലാതാകുമ്പോൾ നിങ്ങൾ തികച്ചും നിശ്ചലനായിത്തീരും. നിങ്ങൾ നിശ്ചലനാകുമ്പോൾ നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെ നിത്യതയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ഈ പ്രകൃതിയും നമ്മൾ കാണുന്ന ഈ ബാഹ്യലോകവും എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സംസാര ചക്രം എന്ന് വിളിക്കുന്നത്. ആ ചക്രം ആവിരാമം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആ നിഗൂഢമായത്, ആ പരമമായ അവസ്ഥ അചലവും ഇളക്കമില്ലാത്തതുമാണ്. തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വണ്ടിച്ചക്രത്തിൻ്റെ നടുവിലുള്ള അച്ചുതണ്ട് ഒരിക്കലും തിരിയാതെ നിശ്ചലമായിരിക്കുന്നത് പോലെയാണ് അതുള്ളത്. ആ കേന്ദ്രം നിശ്ചലമായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പുറമേയുള്ള ചക്രത്തിന് ചലിക്കാൻ കഴിയുന്നത്. ഇതുപോലെ നിങ്ങൾക്കുള്ളിലെ ചിന്തകൾ നിലയ്ക്കുന്നതോടെ പെട്ടെന്ന് നിങ്ങൾ ഈ ചലിക്കുന്ന ലോകത്തിൽ നിന്നും മാറി ആ പരമമായ നിശ്ചലതയിലേക്ക് പതിക്കും. ഉള്ളിൽ ചലനം നിലയ്ക്കുന്നതോടെ നിങ്ങൾ നിത്യതയുടെ ഒരിക്കലും മാറ്റമില്ലാത്തതിൻ്റെ ഭാഗമായി തീരും. നമുക്കിനി ഇതിനോട് സാമ്യമുള്ള ശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള രണ്ടാമത്തെ പ്രായോഗിക പരിശീലനം എന്താണെന്ന് നോക്കാം. നമ്മൾ നാവിൻ്റെ മധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചിന്തകളെ നിശ്ചലമാക്കുന്ന ഒന്നാമത്തെ വഴി കണ്ടു. ഇനി ഇതിനോട് അതീവ സാമ്യമുള്ള ശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ പ്രായോഗിക പരിശീലനക്രമം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിനെ നാദധ്യാനം എന്ന് വിളിക്കാം. ഇത് ചെയ്യേണ്ട ഘട്ടങ്ങൾ തികച്ചും ലളിതമാണ്. ഒന്നാമത്തെ ഘട്ടമായി മുൻപത്തെ പോലെ തന്നെ നമ്മുടെ വായ ഒരല്പം തുറന്നു വെച്ച് അതീവ ശാന്തമായിരിക്കണം. ചുണ്ടുകൾ അല്പം വേർപെട്ടിരിക്കണം. രണ്ടാമത്തെ ഘട്ടമായി ഇനി വായിലൂടെ ശ്വാസം തികച്ചും നിശബ്ദമായി അകത്തേക്ക് എടുക്കുക എന്നതാണ്. ശ്വാസം അകത്തേക്ക് വരുമ്പോൾ അത് നമ്മുടെ നാവിനെ തൊട്ടുരുമി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അതീവ നിശബ്ദമായ ഹ് എന്ന ആ സ്വാഭാവിക ശബ്ദത്തെക്കുറിച്ച് മാത്രം ബോധവാനാകുക. നമ്മൾ വായിലൂടെ ശ്വാസം എടുക്കുമ്പോഴുള്ള ആ ഒരു ശബ്ദമുണ്ട്, അതിനെ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ശബ്ദത്തെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. നിങ്ങൾ ഇത് സ്വയം വിചാരിച്ച് ഹ് എന്ന ശബ്ദം ഉണ്ടാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്ന ശബ്ദം ഒന്നിനും സഹായമാകില്ല. ശ്വാസം അകത്തേക്ക് വരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും അവിടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ട്. എന്നാൽ ഈ വിദ്യ പറയുന്നത് ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കാനാണ്,
പുറത്തേക്ക് വിടുമ്പോൾ ശ്രദ്ധിക്കരുത് എന്നാണ്. കാരണം ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഊർജവും പുറത്തേക്ക് പോകും. എന്നാൽ നമ്മുടെ ഈ പരിശ്രമം മുഴുവൻ അകത്തേക്ക് വരുന്നതിനാണ്. അതുകൊണ്ട് ഉച്ഛസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം അകത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ അതീവ നിശബ്ദമായ നാദത്തെ ജാഗ്രതയോടെ കേൾക്കുക മാത്രം ചെയ്യുക. അത് വളരെ നിശബ്ദമായിരിക്കും, കേൾക്കുവാൻ വളരെ പ്രയാസകരമായിരിക്കും. അതിനെക്കുറിച്ച് ബോധവാനാകുന്നതിന് നിങ്ങൾക്ക് വളരെയധികം ജാഗ്രതയോടെയും അതീവ ശ്രദ്ധയോടെയും ഇരിക്കേണ്ടി വരും. മൂന്നാമത്തെ ഘട്ടമായി നാവിൽ നിന്ന് തുടങ്ങി ക്രമേണ നിങ്ങൾ ജാഗരൂകനാകുമ്പോൾ ഈ ഹ് ശബ്ദം നാവിന്മേൽ മാത്രമല്ല സൃഷ്ടിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയും. അത് നിങ്ങളുടെ കണ്ടനാളത്തിൽ കൂടി സൃഷ്ടിക്കപ്പെടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. നാലാമത്തെ ഘട്ടമായി അതിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രമേണ നിങ്ങൾ അതിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കാൻ തുടങ്ങും. ആ നാദം ഹൃദയത്തിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലും ചിന്തകൾക്കും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കും. ഈ വിദ്യകളെല്ലാം നിങ്ങൾക്ക് ചിന്തയിൽ നിന്ന് ചിന്തയില്ലായ്മയിലേക്ക് നീങ്ങുവാൻ ഒരു മനോഹരമായ പാലത്തെ നൽകുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് നിർമ്മനത്തിലേക്ക് നീങ്ങുവാൻ കഴിയും. ഉപരിതലത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് നീങ്ങുവാൻ കഴിയും. 42ാമത്തെ വിദ്യയിൽ പറഞ്ഞതുപോലെ ഈ ധ്യാനം തുറന്ന ആകാശത്തിന് കീഴിൽ ഇരുന്ന് ചെയ്യരുത്. കാരണം ആകാശത്തെ മുഴുവൻ ഈ ശബ്ദം കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് കഴിയില്ല. നിങ്ങളുടെ വീട്ടിൽ മറ്റാരും തന്നെ ശല്യം ചെയ്യാത്ത ഒരു മുറിയോ അല്ലെങ്കിൽ ഒരു കൊച്ചു മൂലയോ ഇതിനായി മാറ്റിവെക്കണം. എല്ലാ ദിവസവും കൃത്യം ഒരേ സ്ഥലത്തും ഒരേ സമയത്തും ഇത് ചെയ്യാൻ ശ്രമിക്കുക. നാവിൻ്റെ ഈ കേന്ദ്രം കണ്ടെത്തി ഉള്ളിലെ ആ വലിയ നിശ്ചലതയിലേക്ക് നിങ്ങൾ ഉണരട്ടെ. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.